ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗോപ്രോ എങ്ങനെ ഹെൽമെറ്റിൽ ചിൻ മൗണ്ട് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഗോപ്രോ രണ്ട് ടൈപ്പിൽ നമുക്ക് ഹെൽമെറ്റ് മൗണ്ട് ചെയ്യാം. അതായത് ഒന്ന് ചിൻ മൗണ്ട്, അതേപോലെ തന്നെ ഒന്ന് ഇവിടെ ആയിട്ട് മൗണ്ട് ചെയ്യാം. ഇതാണ് ഗോപ്രോൻ്റെ മൗണ്ട് വരുന്നത്. ഇവിടെ ആയിട്ട് മൗണ്ട് ചെയ്യുമ്പോൾ കാണാം, ഇവിടെ നമ്മൾ മൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ടോപ്പ് വ്യൂ ആണ്. ഞാനിതിൻ്റെ വ്യൂ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് നമ്മൾ ഗോപ്രോ ഇവിടെ ഫിറ്റ് ചെയ്താലുള്ള ഒരു വ്യൂ വരുന്നത്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, കാരണം ഒരു അനോയിങ് വ്യൂ ആണ്, കുറച്ചൊരു ഹൈറ്റിൽ നിന്നിട്ടുള്ളൊരു വ്യൂ. അതുപോലെ തന്നെ നമ്മൾ ബൈക്ക് റൈഡ് ചെയ്യണ സമയത്ത് ആയാലും നമ്മളെന്താ പറയുക, വിൻഡിൻ്റെ എയർ ഫ്ലോ കൂടുതലാവും. നമ്മൾ ആ ഗോപ്രോമ പോയി സ്റ്റക്കായിട്ട് നമ്മൾ ഹെൽമെറ്റ് കുറച്ച് ബാക്കിലേക്ക് പോകുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും. എനിക്ക് അത്ര കംഫർട്ടബിളായിട്ട് തോന്നിയില്ല ഗോപ്രോ ഇവിടെ ഫിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാം, ഞാൻ ഈ ഫോട്ടോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ഈ ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാം എൻ്റെ ഹെഡിൻ്റെ മേലെ ഒരു എന്താ പറയുക, ഒരു ബോറായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ചിൻ മൗണ്ട് നിങ്ങൾ നോക്കൂ, ഇതാണ് ചിൻ മൗണ്ട് എന്ന് പറയുന്നത്. ചിൻ മൗണ്ട് ആകുമ്പോൾ ഒന്നും കൂടി നല്ല നീറ്റായിട്ട് നിൽക്കും. ചിൻ മൗണ്ടിൻ്റെ ഒരു വ്യൂ ഞാനിത് ഫിറ്റ് ചെയ്തതിന് ശേഷം എൻ്റെ ബൈക്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഫിറ്റ് ചെയ്ത് നോക്കാം ഫസ്റ്റ്. അപ്പോൾ നമുക്ക് ഗോപ്രോ ചിൻ മൗണ്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ഹെൽമെറ്റ് വേണം. നമ്മൾ ചിൻ മൗണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഹെൽമെറ്റ്, അതുപോലെ തന്നെ ഗോപ്രോൻ്റെ സ്ക്രൂ, പിന്നെ ഗോപ്രോൻ്റെ ബോക്സിൽ തന്നെ കിട്ടുന്നതാണ് ഗോപ്രോ മൗണ്ട്സ്. അതിൽ നമുക്ക് രണ്ട് ഐറ്റംസ് കിട്ടും, ഫ്ലാറ്റ് മൗണ്ടും കിട്ടും, ഒരു കേർവ്ഡ് മൗണ്ടും കിട്ടും. അതിൽ നമുക്ക് കേർവ്ഡ് മൗണ്ടാണ് വേണ്ടത്, കാരണം ഹെൽമെറ്റ് സർഫേസിൽ നിൽക്കാൻ കേർവ്ഡ് മൗണ്ടാണ് ബെസ്റ്റ്. ഫ്ലാറ്റ് സർഫേസ് മൗണ്ട്സ് ഒന്നും ഹെൽമെറ്റിന് ഫിറ്റ് ആവില്ല, അതൊക്കെ ഫ്ലാറ്റ് സർഫേസിൽ ഫിറ്റ് ചെയ്യാനുള്ളതാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഈ രണ്ട് സാധനങ്ങൾ, അതേപോലെ തന്നെ ജെ ഹൂക്ക്, ഇതിൻ്റെ പേരാണ് ജെ ഹൂക്ക് എന്ന് പറയുന്നത്. ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചിൻ മൗണ്ട് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 300 റുപ്പീസാണ് ഇതിൻ്റെ ആമസോണിൽ പ്രൈസ് വരുന്നത്. ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകാം, വേണ്ടവർ ഇത് പോയി പർച്ചേസ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഇതിലാവുമ്പോൾ ഒരു 3Mൻ്റെ ഒരു നല്ലൊരു സ്റ്റിക്കർ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഒരു എക്സ്ട്രാ ആയിട്ട് ഇതേപോലത്തെ 2 പീസ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ചെറിയ 2 കട്ട് പീസ് വാങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് മെയിനായിട്ട് നമ്മളെ ഗോപ്രോ. ഇനി നമുക്കിതിൽ എങ്ങനെയാണ് ഇത് ഫിറ്റ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു മൗണ്ടിൻ്റെ ഈ റെഡ് പീൽ ഒഴിവാക്കണം. നമ്മൾ ജസ്റ്റ് ഒന്ന് പീലൊന്ന് ഒഴിവാക്കട്ടെ. അപ്പോൾ നമ്മൾ ആ റെഡ് പീല് എടുത്തതിന് ശേഷം ഇതൊരു സ്റ്റിക്കി ടേപ്പാണ്, അതിൻ്റെ മേലേക്ക് ഈ 2 കട്ട് പീസ്, ഒന്ന് ഇവിടെ ആയിട്ടും ഒന്ന് ഈ അറ്റത്തായിട്ടും 2 എൻഡിലായിട്ട് നമുക്ക് ഈ 2 സ്റ്റിക്കിൻ്റെ ഈ കട്ട് പീസസ് നമ്മൾ ഈ 2 സൈഡിൽ ഒട്ടിക്കണം. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് ചെയ്യട്ടെ. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ ഈ 2 കട്ട് പീസസ് 2 സൈഡിലായിട്ടും ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പോർഷനിലാണ് ഇത് ഫിറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് കറക്റ്റ് സെൻറ്ററാണെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. സൈഡിലോട്ടൊന്നും മാറാതെ കറക്റ്റ് സെൻറ്ററിൽ തന്നെ ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്യട്ടെ. ഇപ്പോൾ ഞാനിതാ ഈ മൗണ്ട് ഇതിൽ ഫിറ്റ് ആയിട്ടുണ്ട്. എല്ലാ സൈഡും കറക്റ്റിൽ ഫിറ്റ് ആക്കിയിട്ടുണ്ട്. ഫിറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് സെൻറ്ററിൽ തന്നെ ഫിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫിറ്റ് ചെയ്ത ഉടനെ നമ്മൾ യൂസ് ചെയ്യരുത്. കുറച്ച് നേരം ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം. നല്ല ഹാർഡായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല കറക്റ്റ് ഫിറ്റായിട്ട് ഒട്ടി നിൽക്കണമെന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഗോപ്രോ മൗണ്ട് ചെയ്ത് പോകുന്ന സമയത്ത് വീണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക, നല്ല കറക്റ്റ് ഫിറ്റിങ്ങിൽ നിൽക്കണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അവരെ ഇട്ടേക്ക് തന്നെ യൂസ് ചെയ്യരുത്. കുറച്ച് നേരം ഒന്ന് നല്ല ഒട്ടിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. നമുക്ക് ഈ ഗോപ്രോയിൽ മൗണ്ട് അല്ലാതെ ബെൽറ്റ് സ്ട്രാപ്പായിട്ട് ചെയ്യാനും പറ്റും. ഇതുപോലത്തെ ഒരു ബെൽറ്റ് സ്ട്രാപ്പായിട്ടും നമുക്കിത് ചെയ്യാൻ പറ്റും. പക്ഷേ എല്ലാവരും പറയുന്നത് ഇത് നല്ല കംഫർട്ടബിളാണ്, എപ്പോഴും ഊരാനും തിരിച്ച് ഫിറ്റ് ചെയ്യാനും നല്ല യൂസബിൾ ആണെന്നൊക്കെ പറയും. പക്ഷേ എനിക്ക് അത്ര കംഫർട്ടബിളായി തോന്നിയില്ല, കാരണം ഞാൻ ഡെയിലി ഗോപ്രോ യൂസ് ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതാവുമ്പോൾ നമുക്ക് എപ്പോഴും ഫിക്സ്ഡ് ആണ്. നമുക്ക് ജസ്റ്റ് ഗോപ്രോ ഇതിൽ ഫിക്സ് ചെയ്യുക, ടൈറ്റൻ ചെയ്യുക, എപ്പോഴും കറക്റ്റ് ആംഗിളാവും. അതായത് നമ്മളിപ്പോൾ ഗോപ്രോ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഇത് നമ്മൾ ഒരേ ലെവലിൽ തന്നെ ആവും നിൽക്കുക, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ ഈ ബെൽറ്റ് സ്ട്രാപ്പ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അത് ചിലപ്പം
നമ്മൾ ഊരി വെച്ചതിന് ശേഷം പിന്നെ തിരിച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇങ്ങോട്ടൊന്ന് ചെരിഞ്ഞു പോകും, അല്ലെങ്കിൽ ഇങ്ങോട്ടൊന്ന് ചെരിഞ്ഞു പോകും. നമ്മൾ ആംഗിൾ തെറ്റും. ബൈക്കിൻ്റെ ചിലപ്പോൾ നമ്മൾ ചെരിഞ്ഞിട്ടാവും നിൽക്കുക. അപ്പോൾ നമ്മൾ മൊത്തം വീഡിയോൻ്റെ ആ ഒരു ഭംഗി തന്നെ പോയി കിട്ടും. അപ്പോൾ നമ്മൾ എപ്പോൾ സ്ട്രാപ്പ് ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫോണിൽ ഇങ്ങനെ നോക്കേണ്ടി വരും, ആംഗിൾ സെൻറ്ററാണോ കറക്റ്റാണോ അങ്ങനെയൊക്കെ നോക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ പിന്നെ അതെടുക്കാൻ. അതുപോലെ തന്നെ ഈ ബെൽറ്റിൻ്റെ സാധനം ഈ വൈസറിൻ്റെ ഉള്ളിൽ കൂടെ വരുമ്പോൾ വൈസർ കംപ്ലീറ്റ് ആയിട്ട് അടയുന്നില്ല, ഒരു കുറച്ചായിട്ട് ഇങ്ങനെ പൊന്തി നിൽക്കുകയാണ്, എയറൊക്കെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ കുറച്ച് പ്രശ്നങ്ങൾ കണ്ടുകൊണ്ടാണ് ഞാൻ ബെൽറ്റ് സ്ട്രാപ്പ് വേണ്ടാന്ന് വെച്ചിട്ട് ഈ ഒരു സാധനം തന്നെ യൂസ് ചെയ്തത്. ഞാൻ മെയിനായിട്ട് ഫുൾ ടൈം ഗോപ്രോ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഗോപ്രോ ഊരി വെക്കലില്ല. എപ്പോൾ ബൈക്കിൽ കയറുമ്പോൾ ഞാൻ ഹെൽമെറ്റ് വെക്കുന്നുണ്ടെങ്കിൽ ഹെൽമെറ്റിൻ്റെ കൂടെ എൻ്റെ ഗോപ്രോ ഉണ്ടാവും ഓണാക്കിയിട്ട്. കാരണം ഞാൻ ഡ്യൂക്കാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ ഭാഗം ഫുൾ ക്ലിയർ ആയിട്ട് ഓടിച്ചാൽ ഞാൻ ഇപ്പോൾ എല്ലാവും പോകുന്നുണ്ടാവും, ഒരു 40 സ്പീഡിലാവും. പക്ഷേ നമ്മളെ റോട്ടിൽ കുറേ ആൾക്കാരുണ്ട്, ഒരു ഡ്രൈവിങ്ങിൻ്റെ രീതിയും പാലിക്കാതെ വണ്ടി ഓടിക്കുന്നവർ. നമ്മളെ ആക്റ്റീവുമ്പോൾ പോണ തന്താരൊക്കെ എന്താ പറയുക, റോഡ് സൈഡിൽ പെട്ടെന്ന് വെച്ചിട്ട് അവർ അയൽവാസികളെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ പാടെന്ന് വെച്ചിട്ട് ഇൻഡിക്കേറ്ററും കൂടി ഇടാതെ ഒരൊറ്റ വളക്കലാണ്. ആ വളക്കൽ ചിലപ്പോൾ നമ്മളാവും കൊടുക്കുക, നമ്മൾ ബാക്കിലുണ്ടാവും. നമ്മൾ എന്തെങ്കിലും പോയി തട്ടാൻ പോയിട്ടുണ്ടെങ്കിൽ ആ നാട്ടുകാർ മൊത്തം നമ്മളെ വണ്ടി കണ്ടാൽ, ഡ്യൂക്ക് കണ്ടാൽ എന്തായാലും ഡ്യൂക്കിൻ്റെ പിന്നാലാവും. അപ്പോൾ ആ ഒരു സമയത്ത് ഗോപ്രോ ഉപകാരപ്പെടും. ആ ഗോപ്രോ വീഡിയോൻ്റെ അടുത്ത് കാണിച്ചു കൊടുത്താൽ മതി, ഇതാ ഇങ്ങനെയൊക്കെയാണ് സംഭവം, നമ്മളെ ഭാഗത്ത് തെറ്റില്ല. പക്ഷെ നേരെ മറിച്ച് നമ്മളെ കയ്യിൽ പ്രൂഫ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നാട്ടുകാർ മൊത്തം നമ്മളെ മേത്തേക്കാവും. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് എല്ലാ ബൈക്കേഴ്സും ഗോപ്രോ യൂസ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. 10,500 ആണ് ഹീറോ 7 വൈറ്റിനൊക്കെ റേറ്റ്. അതുപോലെ തന്നെ നല്ല ആക്ഷൻ ക്യാംസൊക്കെ ഉണ്ട് കുറച്ചും കൂടി കുറഞ്ഞ റേറ്റിൽ. അപ്പോൾ എപ്പോഴും നല്ലൊരു ആക്ഷൻ ക്യാം ഹെൽമെറ്റിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ല എന്ന് തെളിയിക്കാൻ ബെസ്റ്റ് സാധനമാണ്. അത് മാത്രമല്ല, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴുള്ള നല്ല നല്ല വീഡിയോസും നമ്മൾക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന നല്ല മൊമെൻറ്റ്സൊക്കെ ഗോപ്രോയിൽ നമുക്ക് ക്യാപ്ചർ ചെയ്തിട്ട് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മൗണ്ട് ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ജെ ഹൂക്ക് ഇതിൽ ഫിറ്റ് ചെയ്യണം. ജെ ഹൂക്ക് ഫിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അപ്സൈഡ് ഡൗൺ ഇതിലൊരു പ്രസ് ചെയ്യാണ് വേണ്ടത്. ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പ് നേരെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതൊന്ന് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാനിത് ജെ ഹൂക്കും ഇതിൽ ഇട്ടിട്ടുണ്ട്. ഈ ജെ ഹൂക്ക് ഇല്ലെങ്കിൽ നമ്മൾ ഗോപ്രോ നേരെ താഴോട്ടാണ് നിൽക്കുക, ഗോപ്രോ അപ്രൈറ്റ് ആയിട്ട് നിൽക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ജെ ഹൂക്ക് യൂസ് ചെയ്യണത്. ഇപ്പോൾ ജെ ഹൂക്ക് ഇട്ടപ്പോൾ നിങ്ങൾ കണ്ടല്ലോ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ജസ്റ്റ് ഗോപ്രോ ഇതിലോട്ടുക. ഇതിൻ്റെ ഈ ഹോൾസ് കണ്ടോ, ആ ഹോൾസിലേക്ക് ഈ ഗോപ്രോൻ്റെ ഇത് ജസ്റ്റ് ഒന്ന് മൗണ്ട് ചെയ്തതിന് ശേഷം ഈ സ്ക്രൂ ഇട്ടിട്ട് ടൈറ്റൻ ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ജെ ഹൂക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ടൈറ്റൻ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഗോപ്രോയിൽ ചിൻ മൗണ്ട് ചെയ്യുന്നത് ഹെൽമെറ്റിൽ. അപ്പോൾ വീഡിയോ കണ്ടതിൽ താങ്ക്സ്. എന്തായാലും ഈ ഗോപ്രോൻ്റെ ഒരു ചിൻ മൗണ്ടിൻ്റെ വ്യൂ ഇങ്ങനെയാണ് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതുപോലെയാണ് ഗോപ്രോൻ്റെ ചിൻ മൗണ്ടിൻ്റെ വ്യൂ. ഒന്നുകൂടി ബെറ്റർ വ്യൂ ആണ്, നമ്മൾ ഈ ഒരു പോർഷനിൽ വെക്കണേക്കാട്ടിയും ബെറ്റർ ആയിട്ടുള്ളൊരു വ്യൂ ആണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.